ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ ഓഫ് യു. പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ട്. കുറേ പേരെ ഈ ലൈറ്റ് കാരണം കാണാൻ സാധിക്കുന്നില്ല. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നെ എന്തിനാണ് ഈ ഉദ്ഘാടനത്തിന് വിളിച്ചത്. കാരണം ഇൻവൈറ്റ് ചെയ്യാൻ വന്നപ്പോൾ ആദ്യം എൻ്റെ പേടി പോലെ തന്നെ സംഭവിച്ചു. എൻ്റെ അടുത്ത് ശ്രുതി പറഞ്ഞു 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്യണമെന്നോ. ഞാൻ പറഞ്ഞു ഞാൻ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. പാടാൻ വരെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു വരക്കായി നോക്കും, പക്ഷെ ഡാൻസ് എനിക്ക് ഒട്ടും വഴങ്ങാത്തൊരു കാര്യമാണ്. ഞാനിവിടെ വരാനുള്ള കാരണം ശ്രുതി ഒരു ആക്ടർ ആകുന്നതിന് മുമ്പ് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. കുറേ വർഷത്തെ പരിചയമുള്ളത് കൊണ്ടും എനിക്ക് മലയാളം സിനിമയിൽ ഒരു ബ്രേക്ക് ത്രൂ വേഷം ശ്രുതിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വളരെ ശ്രദ്ധേയമായ കുറച്ച് വേഷങ്ങൾ ചെയ്ത ഒരാളും ഭാവിയിൽ ഇനി ഒരുപാട് ഒരു വേഴ്സറ്റൈൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇനിയും ഒരു വലിയ കരിയറും ശ്രുതിയുടെ മുമ്പിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ പാഷൻ വിടാതെ ഡാൻസിനെ സ്നേഹിച്ച് അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന, ആ എഫേർട്ട് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഒരു സർജറിയും അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഓവർകം ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രീം, ഈ ഒരു പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതി തീരുമാനിച്ചത്. ആക്ടിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡാൻസും പുതിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഡാൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക. എനിക്ക് തോന്നുന്നു വളരെയധികം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സമയമാണ് ആർട്സിനെ കുറിച്ചും കൾച്ചറിനെ കുറിച്ചും മ്യൂസിക് ആൻഡ് ഡാൻസ് എല്ലാത്തിനെക്കുറിച്ചും. കാരണം ഐ ഓൾവേസ് ബിലീവ് ദറ്റ് ഇവിടെ സാറ് അജിത് സാറ് ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. അജിത് സാറിൻ്റെ ഈ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അദ്ദേഹം ഇതുപോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയും കലയും കലാകാരന്മാർക്കും വേണ്ടിയെല്ലാം സൃഷ്ടിച്ച ഒരു സ്പേസാണ്. അതെപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന് ഞാനൊരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറേ നാളായിട്ടൊന്നും അറിയാവുന്ന ആളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വികസനം എന്ന ആശയം ഐ ഡോണ്ട് think it is the kind of infrastructure, the number of roads and bridges and the infrastructure a country or a state possess. അതിനെല്ലാം അപ്പുറമായി ഇനിയുള്ള കാലത്ത് ഐ തിങ്ക് there is something called a creative economy. നമ്മുടെ കൾച്ചറിനെ, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഡാൻസ്, മ്യൂസിക്, സിനിമ, ഇതെല്ലാം ഒത്തുചേരുന്ന അല്ലെങ്കിൽ ഇനിയുള്ള ഗവൺമെൻറ്റ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇതിലായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപക്ഷെ ടാഞ്ചിബിളായ ഒന്നായിരിക്കില്ല. ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തലമുറയ്ക്ക് ഇനി അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റിനെയും നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയൊക്കെയാണ്. ഇപ്പോൾ പല സ്റ്റേറ്റ്സിനും, ഇപ്പോൾ ഹൈദരാബാദിൽ പോയാൽ റാമോജി ഫിലിം സിറ്റി ഉണ്ട്. അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രീസിന്, ഒരുപാട് ആർട്സിനെ, മ്യൂസിക്കിനെയൊക്കെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരുപാട് നല്ല സ്പേസസ് ഉണ്ട്. നമ്മൾക്ക് അത്തരം സ്പേസസ് വളരെ കുറവാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കൂടുതലായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ പല കോവിഡിന് ശേഷം പല മലയാള സിനിമകൾക്കും കിട്ടിയിട്ടുള്ള അപ്രിസിയേഷൻ അത് പാൻ ഇന്ത്യയാണ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയാൽ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് മലയാള സിനിമ കണ്ടിട്ട് പറയും, ഇന്ന ആക്ടറിനെ കുറിച്ച് പറയും, ആക്ട്രസിനെ കുറിച്ച് പറയും, ഇവരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നു, ഇത്രയും കുറഞ്ഞ പണം കൊണ്ട് നിങ്ങൾ എത്ര നല്ല സിനിമകളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ദ കൈൻഡ് ഓഫ് ടാലൻറ്റ്സ് യു ഹാവ് ഇൻ മലയാളം ഇൻഡസ്ട്രി ഈസ് പ്രിറ്റി ഹ്യൂജ്. അപ്പോൾ അങ്ങനെ അഭിപ്രായം പറയുന്ന ഒരുപാട് വെറ്ററൻ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. പുതിയ തലമുറയിലെ ആളുകൾ മലയാള സിനിമയെ സ്നേഹിക്കുന്നു. അത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ അത് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും അതിൻ്റെ ഒരു ഭാഗമാണ്, ഈ ഇൻവെസ്റ്റ്മെൻറ്റും അതിൻ്റെ ഒരു ഭാഗമാണ്. ശ്രുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ആക്ടർ മാത്രമല്ല, ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഷീസ് എ പാഷനറ്റ് ഡാൻസർ. അത് ഒരുപാട് അവസരങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കുമ്പോഴും അതെല്ലാം ആർക്കെങ്കിലും വേണ്ടി, അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് മാത്രമേ
കലാഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഐ ഹാവ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഇൻ ഹർ. ആള് ഒരു നമ്മുടെ ഇടയിൽ ഒരുപാട് ഡാൻസ് സ്കൂൾസ് ഉണ്ട്, പക്ഷെ ആ പാഷൻ ഡ്രിവണായിട്ട് തുടങ്ങിയ ഈ ഒരു ഇനീഷ്യേറ്റീവ് തീർച്ചയായിട്ടും ശ്രുതിക്കറിയാവുന്ന കാര്യങ്ങൾ കുറേ ആളുകൾക്ക് പകർന്നു കൊടുക്കാനും അതുവഴി ഒരു നല്ല കമ്മ്യൂണിറ്റിയെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രാജശ്യാമയ്ക്ക് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. സന്ധ്യയൊക്കെ മുദ്രയെക്കുറിച്ച് വളരെ ഇഷ്ടമായിട്ട് പറയുന്നുള്ളതുകൊണ്ട് ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. രാജേഷ്, താങ്ക് യു. രാജേഷുമായിട്ട് ഞാൻ ഒത്തിരി ആരാധിക്കുന്ന ഒരാളാണ് രാജേഷുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേജിൽ പങ്കുവയ്ക്കാൻ സാധിച്ചു. രാജേഷിൻ്റെ ഒരു കോൺസേർട്ട് കൂടി ഉണ്ടായി, ഒരു ഫ്ലൂട്ട് കോൺസേർട്ട് കൂടി ഉണ്ടായി എന്നുള്ളത് ഏറെ സന്തോഷം. എല്ലാ ആശംസകളും. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. So ladies and gentlemen, a big round of applause. Let's welcome Rajashyama to all our hearts. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ ഒരു ഉദ്ഘാടനത്തിന് പങ്കുവഹിക്കാൻ മാത്രമല്ല നിങ്ങളെല്ലാവരുടെ സാന്നിധ്യവും അനുഗ്രഹവും ഈ മുന്നോട്ടുണ്ടാവണം. രാജശ്യാമയെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരുകൈ നീട്ടി നമുക്ക് സ്വീകരിക്കാം. Thank you so much, Shruti, and everyone on stage. And that's how we welcomed Rajashyama to our hearts. അങ്ങനെ ഐശ്വര്യമായി നമ്മൾ വിളക്ക് തെളിയിച്ച് രാജശ്യാമയെ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഹൈ ബി സർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് ഞാൻ ജോസ് പല്ലിശ്ശേരിയാണ്. രാജശ്യാമ സ്കൂൾ ഓഫ് ഡാൻസിനും ശ്രുതിക്കും എല്ലാവിധ ആശംസകളും. പ്രസ്ഥാനം ഒരു ഗംഭീര വിജയമായി തീരട്ടെ. താങ്ക് യു. നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഇത് ഒരുപാട് വർഷത്തെ എൻ്റെ ഒരു സ്വപ്നമാണ്. എന്നേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛനാണ് ശരിക്കും ഈ വേദിയിൽ ഉണ്ടാവേണ്ടത്. അച്ഛൻ ഇപ്പം ഇല്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു, അത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണെന്ന്. രാജശ്യാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഡാൻസ് ക്ലാസ്സിനപ്പുറത്ത് ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിലും എൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളിലും എൻ്റെ നൃത്തത്തെ ഞാൻ പല രീതിയിലും പരീക്ഷിക്കുമായിരുന്നു. അതായത് എനിക്കൊരുപാട് അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു ഹീലിംഗ് മെത്തേഡ് തുടങ്ങിയത് എൻ്റെ ബ്രദറിൽ നിന്നാണ്. ഹീസ് നോട്ട് മോർ നൗ. ഹി വാസ് സെറിബ്രൽ പാൾസി ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ അവരിൽ നിന്നാണ് ആദ്യം നൃത്തവും സംഗീതത്തിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഇത്രയും ഒരു സന്തോഷം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട്, ഒരു ഹീലിംഗ് അവൻ നടക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത്. അതിനുശേഷം എൻ്റെ ഒരു ജീവിതത്തിൽ 2014 എനിക്കൊരു 3 മാസം ഞാൻ ബ്ലൈൻഡായൊരു സമയമുണ്ടായിരുന്നു. അത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് അവർക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് റീസൺ ഇല്ലാത്ത ഒരു 3 മാസത്തെ അവസ്ഥ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ആ സമയത്ത് ഒരു മെഡിസിനും ഇല്ലാതെ മരുന്നുകൾക്കൊന്നും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ കാഴ്ചശക്തി എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത്. സോ അങ്ങനെയാണ് ഞാനിതിൻ്റെ ഹീലിംഗ് എങ്ങനെയാണ് എന്നിലും മറ്റുള്ളവരിലും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഞാൻ അതിൻ്റെ റിസർച്ച് തുടങ്ങിയതും പിന്നെ കുറേ ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങി, അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറേ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ റോട്ടറി ക്ലബ്ബായിട്ട് ഒരു കൊളാബ് ചെയ്ത് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. രാജശ്യാമ എന്നത് ഒരു നൃത്ത വിദ്യാലയം മാത്രമല്ല,
ഒരു ട്രസ്റ്റാണ്, ഞാൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഒരു ട്രസ്റ്റും കൂടിയാണ്. അപ്പോൾ രാജശ്യാമയിലൂടെ ഒരുപാട് സാധാരണക്കാരിലേക്ക് എങ്ങനെ നൃത്തത്തെ കൊണ്ടുപോകണം, എങ്ങനെ അവരുടെ ജീവിതത്തിലൊരു ഭാഗമാക്കണം, ഇതിന് കുറച്ച് സർവീസസ് നമ്മളിവിടെ പറയുന്നുണ്ട്. സ്ട്രെസ് മാനേജ്മെൻറ്റ് ത്രൂ ഡാൻസ് എന്ന് പറയുന്നുണ്ട്. കുറച്ച് ഫിസിക്കലി മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇത് ബെറ്റർ ആവാം, പാർക്കിൻസൺസ് അസുഖമുള്ള ആൾക്കാർക്ക് കുറച്ച് ഹോസ്പിറ്റൽ പരമായിട്ടുള്ള എങ്ങനെ ഇത് ഡാൻസ് തെറാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് രാജശ്യാമ പറയുന്നത്. ഇത് ശരിക്കും എൻ്റെ ഇതിൽ പറഞ്ഞത് ശരിക്കും എൻ്റെ ഒരു സ്റ്റോറിയാണ്. എൻ്റെ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് നൃത്തം. എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എത്ര നമ്മൾ ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എൻ്റെ നൃത്തമാണ് ഇന്നും എനിക്ക് ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു വലിയൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം രതീഷ് സാറൊക്കെ സാറിൻ്റെ പ്രോഗ്രാമൊക്കെ മാറ്റി വെച്ചിട്ടാണ്, ബിലായിൽ പ്രോഗ്രാം മാറ്റി വെച്ചിട്ട് ഹി കെയിം ഓൾ ദ വേ ഫ്രം ബിലായ്. ഹൈബി ചേട്ടൻ പറയണ്ട, കാരണം ഞാൻ സിനിമയിൽ വരണേക്കാൾ മുമ്പുള്ളൊരു പരിചയമാണ്. ഒരുപാട് എന്താ പറയുക, ഒരു ചേട്ടനെ പോലെ ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഷിബു ചേട്ടൻ. സിനിമ തുടങ്ങിയ കാലം തൊട്ട് സോറി എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഷിബു ചേട്ടൻ. സോറി സന്ധ്യ ചേച്ചി, താങ്ക് യു. എല്ലാവർക്കും നന്ദി. Okay, so a big round of applause. So what she intends to say is, every dream has a rhythm and a beat, and Rajashyama is a soul to it, and a much cherished childhood dream of Shruti. നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ലോഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ഓഫ് ഫൈൻഡിങ്ങിലൂടെ പോകുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു സ്ട്രഗിൾസ് അല്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്ട്രഗിൾസ്, ആ ഒരു പാഷനിലേക്കുള്ള ആ ഒരു ജേർണി, ഇറ്റ്സ് നെവർ എൻ ഈസി വൺ ഫോർ എവറിബഡി ഇൻ ദെയർ സ്റ്റോറി, ആൻഡ് സച്ച് ഇസ് ദ സെയിം ഫോർ ശ്രുതി ഓൾസോ. അപ്പം ഇന്ന് അച്ചീവ് ചെയ്തതിൻ്റെ ഒരു ഹാപ്പി ടിയേഴ്സ് ആണ് നമ്മൾ കണ്ടത്. സോ ഹാപ്പി ടിയേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൈയടിക്കാം പ്ലീസ്. Okay, so she's all good, and now we will all move on to the next. Namalka Dr. Ratish Babuna veendum namalka sadhanam kshanikam for a few words, because Shruthiയുടെ ഒരു ഗുരു ടീച്ചർ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്, ആൻഡ് ബ്രദർ, ഓക്കെ എന്നോട് ഇപ്പോൾ പറഞ്ഞു ബ്രദർ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ definitely this would look incomplete without his words. Can we please have you, sir? രതീഷ് ബാബു സാറ് ഒരു എന്താ പറയുക, ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് 2011 എൻ്റെ പെർഫോമൻസിൽ ജഡ്ജായിട്ട് വന്നിട്ടാണ് സാറിന് എനിക്ക് പരിചയം. അന്നോട്ടുള്ളൊരു പരിചയമാണ് സാറായിട്ടുള്ളത്. ഈസ് ഒരുപാട് പ്രോഗ്രാമുകൾ കോർഡിനേറ്റ്, ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് സാറിനെ പോലെ ഇത്രയും പ്രോഗ്രാം ചെയ്ത ഒരാളും ഉണ്ടാവില്ല, കോർഡിനേറ്റ് ചെയ്ത ആളും ഉണ്ടാവില്ല. ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് സാറിന്, ഒരുപാട് സാറിനെ പോലൊരു മനസ്സെനിക്കറിയില്ല. കാരണം ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യും, ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുത്ത് എനിക്കൊക്കെ ഒരുപാട് അവസരം തന്നിട്ടുള്ള, ഒരുപാട് സ്റ്റേജുകൾ എനിക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു മനസ്സിന് ഉടമയാണ് രതീഷ് സർ. ഗുഡ് ഈവനിങ് എവരിവൺ. ശ്രുതി കലാക്ഷേത്രയിൽ സെക്കൻഡറി പഠിക്കുന്ന സമയത്തൊരു ശ്രുതി എനിക്കറിയാം. വലിയൊരു മടിച്ചിയായിരുന്നു ശ്രുതി. സ്കോളർഷിപ്പിൻ്റെ എക്സാമിന് പേര് വന്നു, ശ്രുതി അറ്റൻഡ് ചെയ്തില്ല. ഞാൻ പിന്നെയും പക്ഷേ സ്കോളർഷിപ്പിൻ്റെ എക്സാമിൻ്റെ നമുക്ക് ഒരു പ്രാവശ്യം ലോട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ചേഞ്ച് ചെയ്യില്ല. പക്ഷേ ശ്രുതിക്ക് വേണ്ടി ഞാനത് മിനിസ്ട്രി ഓഫ് കൾച്ചറിൽ സംസാരിച്ച് ചേഞ്ച് ചെയ്ത് പിറ്റേ ദിവസം ആക്കി കൊടുത്തു. എന്നിട്ട് 5 മണി വരെ ആയിരുന്നു ലോഡ് സമയം, ഞങ്ങൾ 6:30 മണി വരെ വെയിറ്റ് ചെയ്തു ശ്രുതിക്ക് വേണ്ടി. പക്ഷേ ശ്രുതിക്ക് അന്ന് അറിഞ്ഞൂടായിരുന്നു, പക്ഷേ വളരെ ചെറുപ്പമായിരുന്നു, 18 വയസ്സാണ്. അതെനിക്കറിയില്ല. പക്ഷേ അന്ന് ആണ് ഞാൻ ആദ്യമായിട്ട് ശ്രുതിയായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷം ശ്രുതിയെ ഞാൻ ഡയറക്റ്റ് ബിലായിൽ നെക്സ്റ്റ് ഇയർ തന്നെ ബിലായിൽ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചു. ആദ്യമായി ശ്രുതിയുടെ പെർഫോമൻസ് ഞാൻ കണ്ടു.
I know what she performed that day. Shankar Srigiri she performed that time. അന്ന് തൊട്ട് ശ്രുതിയിലെ നർത്തകിയെ ഞങ്ങളെല്ലാം വളരെ ആരാധിച്ചു. പിന്നെ ശ്രുതിയുടെ അമ്മയും ശ്രുതിയുടെ ഫാമിലിയുമായിട്ട് ഞങ്ങൾ വളരെ ഒരു കണക്ഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. ശ്രുതിയുടെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ്. അവൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആ ചേട്ടാ എന്ന് പറഞ്ഞൊരു എനിക്കൊരു വോയിസ് മെസ്സേജ് വരും. ആ ചേട്ടാ എന്നുള്ള വിളിയിൽ തന്നെ അറിയാം അത് എത്ര ഡെപ്ത് ഉണ്ട് ആ ചേട്ടാ എന്നുള്ള വിളിയിൽ. അപ്പോൾ ആ വിളി കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് നടക്കാത്ത കാര്യവും ഞാൻ നടത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അതെനിക്ക് എന്നെ വിളിക്കുന്ന ചേട്ട വേറൊരു ചേട്ടയാണ്. അപ്പോൾ അങ്ങനെയാണ് ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ഈ ദിസ് ഇസ് രാജസ് ശ്യാമ. ഞാൻ ആദ്യം വായിച്ചത് രാജസ്മയ എന്നാണ് വായിച്ചത്. രാജസ്മയ മീൻസ് ലൈക്ക് എ കിങ്. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി അവളൊരു ക്വീനിനെ പോലെ തന്നെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോട്ടെ. അതിനുവേണ്ടി ഇപ്പോൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ് ടു ഗെറ്റ് ദി ആഫ്റ്റർ 3 years if you are running this to a higher level we will apply for the funds from the Ministry of Culture. നമുക്കിത് മുമ്പോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധിക്കപ്പുറം ഞാൻ ശ്രമിക്കും. ശ്രുതി ഒരു നല്ല നർത്തകിയാണ്, അതുകൊണ്ട് മാത്രം. അതുപോലെ ശ്രുതിക്ക് ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ആൻഡ് അബ്രോഡ്. ഓൾ ഇന്ത്യ ഡാൻസേഴ്സ് അസോസിയേഷൻ്റെ എൻ്റെ കോ ഡയറക്ടറാണ് സന്ധ്യ മനോജ്. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് കൂടുതൽ പ്രോഗ്രാം കഴിവതും അടുത്ത മാസം തന്നെ ശ്രുതിക്ക് ഒരു പ്രോഗ്രാം ഞാൻ കൊടുക്കുന്നതായിരിക്കും. ശ്രുതി ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. താങ്ക് യു. Heartiest congratulations, and as your Cheta told, I'm sure that you will get a lot of programs, you will get a lot of students, and the way you have been aspiring to create this school, and it has come from your heart, and it is so emotionally attached to you. I am also very sure Rajashyama will do very well. In that way, I will just, in fact, there is a very interesting point here I would like to tell you. See, what happened was about a month back, my secretary came and told me that they want to conduct a program here. They didn't tell me what exactly the program, but they are very particular to have it in this hall. And I was surprised. So actually, all this hall was very sort of busy, and we didn't have program time. So in fact, she changed her date. Am I right? To suit so that this hall can be used. I'm so grateful to you for that, and I'm very grateful that you invited me today. I mean, it gives me a lot of happiness, a lot of pride, and we as a whole, I'm very happy to inform you. We have another organization called Shabdam. Shabdam means Society of Appreciation of Basic Development of Art Media. Why this thing is because art is one thing. There are a lot of many people like her, Sudhi, who is so much involved in art and how to do art and what all things that can be done, and so committed to art. Like a friend, he said, fantastic. But I strongly feel, and we strongly feel, that any type of art to be developed, we should have a group of people to appreciate it. If it is music, if it is dance, if it is anything, they have to have people who will appreciate this. So this organization is mainly made to create this, what you call, how to bring up art and how to, whatever support we can give to art. And I can assure you that let me tell you, appreciating your commitment, your art involvement. One program every month, I will give you this sort of free. You have only pay for the electricity, nothing else. Okay, so this will be that. So I'll be appreciating this, and we have done a lot of programs here, a lot of this thing. And one thing, it's for the benefit of a friend Rajesh here. I would suggest people should not use mic and when you are playing or whatever it is. You don't need it, because this is a Kudambalam that is about 150-year-old. It was demolished. When they were demolishing and selling it to somebody, I bought it, lock, stock and barrel, and go and re-establish it. Everything is,
So say once again, I won't take because I think I should not bore you because they're not going to Korea program and should not be confined to my program. So all the very best, all the very best. Thank you. Very good evening to all of you. I'm very overwhelmed. ശ്രുതിയെ എപ്പോൾ അറിയാം, എങ്ങനെ അറിയാം, ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നമ്മൾ ഈ ആർട്ട് വേൾഡിൽ വരുമ്പോൾ അനുഭവങ്ങൾ ഇസ് വെരി കീ. ഞാൻ ഒഡിസി ഡാൻസറാണ്. whatever you know about me is not important today. But ഈ സീനിയോറിറ്റി, നമ്മുടെ സ്വന്തം ഈഗോ ഉണ്ട്, ഞാൻ എന്തൊക്കെയോ ആണ്. When I came to Kerala, again, I think my ego was not too bad. പക്ഷെ സിനിമയിൽ കയറിയപ്പോൾ അവിടെ മനസ്സിലായി ആരുമല്ല. അപ്പോൾ ഒന്നും ആയില്ല അല്ലേ. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഹംബ്ലിംഗ് എക്സ്പീരിയൻസ് ബിക്കോസ് ആക്ച്വലി നമ്മൾ ആരുമല്ല. ഈ ചെറിയ പെറൽസ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് ആർ ജസ്റ്റ് ഫോർ our own satisfaction. Unfortunately, we look for acknowledgement from the world. ആ സമയത്ത് we got a chance to act in a movie. And ഞാൻ ഓഡിഷൻ ചെയ്ത് പോയതാണ്. And I'm not going to quote anything about it. It was a humbling experience for me എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ പോലും. അതിൽ ശ്രുതി was ആ വെന്യൂവിൽ ഷീസ് എ സീനിയർ ആർട്ടിസ്റ്റ്. ബട്ട് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്, സന്ധ്യ ചേച്ചി എന്താ ഇവിടെ ഇരിക്കണേ? And she called me to her caravan and gave me food. ടീമിനെ കുറ്റം പറയല്ല. ബട്ട് there is nothing to be senior about. There is nothing. It is just a beautiful ആർട്ടിസ്റ്റിനെ ഞാൻ സാധാരണ എൻ്റെ സ്വന്തം ഡെഫിനിഷൻ absolute revolutionizing tyrants എന്നാണ്. You have to be a tyrant to fight in the world of art because what you think is absolutely against what people think. And in that world, she humbly invited me and made me feel so welcome there that going the second day was just maybe not to act, it was just to see Shruti. So please appreciate this beautiful soul and wishing you all the best. I can feel your father here. We have spoke at length about how it was his dream. And Amme, your blessing is what is taking you here. And ഞങ്ങളൊക്കെ പാർട്ട് ആൻഡ് പാർസൽ തന്നെ കളിയാക്കാനും തന്നെ മടിച്ചെന്ന് പറയാനും തന്നെ സ്റ്റേജിൽ കയറ്റാനും എല്ലാത്തിനും എന്നും കൂടി ഉണ്ടാവും, എന്ത് സ്ഥാനത്താണെങ്കിലും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ടു എവ്രി വൺ. ആൻഡ് ദിസ് ഓഡിയൻസ് ഷോസ് ഹൗ മച്ച് യു ആർ ലവ്ഡ്. സോ ഓൾ ദ ബെസ്റ്റ്. ആൻഡ് താങ്ക് യു ഫോർ ദ ലവ് വേർഡ്സ്. എനിക്ക് ശ്രുതിയെ പരിചയം അങ്കമാലി ഡയറി എന്ന സിനിമയിലൂടെയാണ്. കാരണം ഫ്രൈഡേ ഫിലിം ഹൗസാണ് ശ്രുതിയെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ 2-3 സിനിമകൾ ഒരുമിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ 2019 എനിക്ക് തോന്നുന്നു ഞാൻ ശ്രുതിയോട് പറഞ്ഞു, ശ്രുതിക്ക് എന്തുകൊണ്ടൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിക്കൂടാ, അത് എറണാകുളത്ത് തുടങ്ങിക്കൂടെ എന്ന് പലവട്ടം ഇങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട് ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുന്ന ശ്രുതിക്ക് ഒരു ഡാൻസ് സ്കൂള്, അതും എറണാകുളത്ത്. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത് അന്നും തൃപ്പൂണിത്തുറ തന്നെയാണ്. അപ്പോൾ അവിടെ തന്നെ ഇപ്പോഴും തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ശ്രുതി മലയാളം സിനിമ മാത്രമല്ല ചെയ്തിരിക്കുന്നത്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. അത് ഉഗ്രം വേഷമാണ്. സബ്ജക്റ്റ് എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം. അത്രയ്ക്കും ഗംഭീരമായ ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു തെലുങ്ക് ഒരു സിനിമ രാജേഷ് ടച്ചോറിന് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഉഗ്രം വേഷമായിരുന്നു. മലയാളത്തിലാണ് അത്ര വേഷങ്ങൾ കിട്ടാതിരിക്കുന്നത്, എന്നാൽ മറ്റുള്ള ഭാഷകളിലെല്ലാം വലിയ വേഷങ്ങളാണ് ശ്രുതി ചെയ്തിരിക്കുന്നത്. ഈ ഡാൻസ് സ്കൂളിനും ശ്രുതിയുടെ മുൻപോട്ടുള്ള കരിയറിനും എപ്പോഴും കൂടെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രുതി തുടങ്ങിയിരിക്കുന്ന രാജശ്യാമ എന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമസ്തേ. സദ്ഗുരുഭ്യോ നമഃ. ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
അഭിവന്ദരായ എല്ലാ ഗുരുജനങ്ങൾക്കും, ബഹുമാന്യരായ ശ്രുതിയുടെ സ്നേഹിതർക്കും കൂട്ടുകാർക്കും ശ്രുതിയുടെ വെൽവിഷേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രുതി ഈസ് മൈ യങ്ങർ സിസ്റ്റർ. എനിക്ക് തോന്നുന്നു അമ്മയുടെ ജയൻ ചേട്ടൻ ഞാൻ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തൊട്ട്, ഞാൻ രവി മാഷിൻ്റെ സ്റ്റുഡൻ്റാണ് ഫോക്ക് ഡാൻസിൽ. അപ്പോൾ തൊട്ട് ജയൻ ചേട്ടനാണ് പാടാൻ വരുന്നത്. അന്ന് ശ്രുതി ജനിച്ചിട്ടില്ല. അപ്പോൾ ശ്രുതി ജനിച്ച ആ സമയം തൊട്ട് ശ്രുതിയും ശ്രുതിയുടെ അനിയനും ഒക്കെ വളർന്നു വരുന്ന ആ സമയം തൊട്ട് എൻ്റെ വീട്ടിൽ നിന്നാണ് കായപ്പൊടി കുറുക്കിയത്. അപ്പോൾ തൊട്ടുള്ള ഒരു അടുപ്പാണ് എനിക്കുള്ളത്. സോ ദിസ് ഇസ് ലൈക്ക് മൈ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഐ എം സോ പ്രൗഡ്. രതീഷ് സാർ നേരത്തെ തമാശയ്ക്ക് പറഞ്ഞതാണെങ്കിലും we know that she is a very talented girl. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് 10th കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് കലാക്ഷേത്രയിൽ 2nd ഇയറിലേക്ക് ജോയിൻ ചെയ്ത ഒരു കുട്ടിയാണ്. അത് ഇറ്റ്സ് നോട്ട് ഈസി. സോ ഷീ ഡിസേർവ്സ് much and more appreciation, not just from the art field but from the whole fraternity and whole Rasikas. And രാജശ്യാമ, എന്താ പറയുക, മൂകാംബിക ദേവിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഭാവം, മഹാനീല സരസ്വതിയുടെ ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഭാവം, അതിനപ്പുറത്തേക്ക് ആ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടുമുള്ള കുട്ടിയാണ് ശ്രുതി. ആ അനുഗ്രഹം ശ്രുതിക്കും ശ്രുതിയുടെ സ്റ്റുഡൻസിനും, ഷീ ഹാസ് സച്ച് എ വണ്ടർഫുൾ സ്റ്റുഡൻസ് ആൻഡ് ഐ തിങ്ക് ദേ പെർഫോമിങ് ടുഡേ അല്ലേ. വളരെ നല്ല സ്റ്റുഡൻസ് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ശ്രുതി പഠിപ്പിക്കുന്ന നല്ലൊരു ടീച്ചറാണ്. പെർഫോമർ മാത്രമല്ല, വളരെ നല്ലൊരു ടീച്ചറാണ്. ആൻഡ് ഇതിൽ നമ്മൾ ആർട്ടിനെ മെയിനായിട്ട് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആർട്ടിലൂടെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാൻ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, സന്ധ്യാജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറ്റ്സ് എ ചലഞ്ച് ദാറ്റ് വി ഓൾ ഫേസ് ആക്ച്വലി. പുറമേക്ക് കാണുമ്പോൾ ഭയങ്കര രസമാണ് നമ്മുടെയൊക്കെ ജീവിതം, ഭയങ്കര സുഖമാണല്ലോ, അടിച്ചു പൊളിച്ചിട്ടാണല്ലോ. പക്ഷെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഹ്യൂജ്. അപ്പോൾ അത്രയും ഫൈറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്രിയേഷനും, ഇന്നിപ്പോൾ രാജേഷേട്ടൻ ഇവിടെ വായിച്ച ഓരോ ക്രിയേഷൻ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരുപാട് ഇന്നർ കോൺഫ്ലിക്ട്സിൻ്റെ ഒരു റിസൾട്ടാണ് ശരിക്കും പറയുക. അതെന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു അൾട്ടിമേറ്റ് ക്വസ്റ്റ്യനാണ്. എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ ഡാൻസ് സ്കൂൾസ്, എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പെർഫോമൻസസ് നടക്കുന്നത് എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യനാണ്. സോ വെൻ യു തിങ്ക് ദർ ഇസ് എൻ അൾട്ടിമേറ്റ് എയിം, എസ്പെഷ്യലി ഫോർ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസ്, and the answer is all the way from the Natya Shastra, as Bharata says, മനുഷ്യരുടെ ഉള്ളിലെ തമോ ഗുണങ്ങൾ നീക്കാനായിട്ടുള്ള ഒരു ഉപാധി. തമോ ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് തമോ ഗുണം ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയ ചോദ്യമാണ്. ഞാൻ ഭയങ്കര പെർഫെക്റ്റ്, നേരത്തെ സന്ധ്യാജി പറയില്ലേ, ഈഗോയുടെ കാര്യത്തിൽ നമുക്ക് ഒരിതൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള കുട്ടി കുട്ടി ഈഗോസ് പോലും ഇല്ലാതാക്കി നമ്മളെ തന്നെ സ്വയം ഹീൽ ചെയ്ത്, ആ ഹീലിങ്ങിലൂടെ നമ്മളെ കാണാൻ വന്നിരിക്കുന്നവരെയും കൂടിയും ഹീൽ ചെയ്യുക എന്നുള്ളതാണ് ആർട്ടിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം. ശ്രുതിക്ക് അത്തരത്തിൽ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളെ ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഒപ്പം നമ്മളെപ്പോലെയുള്ള സഹൃദയരും ഉണ്ടാവട്ടെ ശ്രുതിയുടെ കലയിലൂടെ, ഈ രാജശ്യാമയിലൂടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൻഡ് മൈ സിൻസിയർ പ്രേയേഴ്സ്, മൈ പ്രണാമം ടു ജയൻ ചേട്ടൻ ആൻഡ് അമ്മ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാനും ശ്രുതി തമ്മിലൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറുക്കൻ എന്ന് പറഞ്ഞിട്ട്, വിനീതേട്ടൻ്റെ പടം. അവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് ടൈം കാണുന്നത് അല്ലേ. ഭയങ്കര പാഷനേറ്റീവാണ്. നിങ്ങൾ ഡാൻസിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഭയങ്കര പാഷനേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ് അവൾ. ഒരുപാട് കരിയറിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഭയങ്കര പാവമാണ്. എനിക്ക് ആക്ച്വലി ആ ലൊക്കേഷനിലേക്ക് പോകാനായിട്ടുള്ള ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേനും എന്താ പറയുക, അശ്വന്തും ശ്രുതിയായിരുന്നു. എനിക്ക്
രാവിലെ ആകുമ്പോഴത്തേന് എന്തിനു ലൊക്കേഷൻ ഓക്കെ ശ്രുതി ഉണ്ട് അശ്വന്ത് ഉണ്ട്. കാരണം ഞങ്ങളായിരുന്നു ഭയങ്കര ക്ലോസ്. ബിക്കോസ് വിനീതേട്ടൻ ക്യാരക്ടറായിട്ട് ഭയങ്കര വേറൊരു രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ചെയ്തുകൊണ്ടിരുന്നത്. വിനീതേട്ടൻ ആ ടെൻഷനിലായിരിക്കും. ഇവരാണ് കമ്പനി. ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ട് അവളുടെ പാഷൻ, ഡാൻസിനോടുള്ള പാഷൻ. അപ്പോൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിൽ വിളിച്ചിട്ട് ഒന്നത്തെ കാര്യം പുള്ളിക്കാരി ഭയങ്കര സംഭവം. പോയി കഴിഞ്ഞ് ഒരു പോക്കാണ്, ഇവിടെ കിട്ടില്ല. ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് വേണം ഇങ്ങനെ ഇനോഗ്രേഷൻ ഉണ്ട്, നീ വരണം. ആ ശരി ഞാൻ വരാം, ഞാൻ വിളിക്കാട്ടോ. ഓ ശരി ഞാൻ വരാം. പിന്നെ അവിടെ ഒരു മാസത്തേക്ക് ഞാൻ അവസാനം കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വിളിച്ചു നോക്കിയായിരുന്നു, അല്ല പ്രോഗ്രാം ഉണ്ടോ, ഞാൻ വരണോ? ആണോ നീ വരണോ? അപ്പോൾ പറഞ്ഞു ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഇൻവൈറ്റ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് സന്തോഷം. രാജേഷ് അമ്മയിലേക്ക് ഒരുപാട് ആൾക്കാരെ അവളെ കളിയാക്കണ്ടല്ലേ വന്നിട്ട് ആവട്ടോ. ഇല്ലില്ല, ട്രോളൊന്നുമില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ രാജേഷ് അമ്മയ്ക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഭാവിയിൽ ഭയങ്കര ഹൈറ്റ്സിലേക്ക് എത്തുന്ന ഒരു ഡാൻസറായി മാറട്ടെ, ഒരു ആക്ട്രസ്സായി മാറട്ടെ. ഒരുപാട് ലാംഗ്വേജിൽ പടം ചെയ്യുന്നുണ്ട്. മലയാളത്തിലും അവൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ക്യാരക്ടർ അവൾക്ക് എത്രയും വേഗം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി. ഞാൻ കുറച്ച് നാളായിട്ടാണ് അറിയുന്നത്. എനിക്ക് ആദ്യമായി ഡബ്ബിങ്ങിന് ഒരു അവസരം തന്നത് ജിതിനാണ്. ARM സിനിമയിൽ അത് ഐശ്വര്യ രാജേഷിനെ ഡബ് ചെയ്യാൻ എന്നെ ചൂസ് ചെയ്തത് ജിതിൻ ലാലാണ്. ഒരുപാട് നന്ദി. നമസ്കാരം. ശ്രുതിനെ അങ്ങനെയാണ് അറിയുന്നത്. പാർവതി ചേച്ചി, മാലപ്പാർവതി ചേച്ചി ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഐശ്വര്യ രാജേഷിൻ്റെ അതേ ഒരു വോയിസ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ശ്രുതിനെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടിന് വേണ്ടി മാത്രമല്ല, അഭിനയിക്കാനും വിളിക്കുന്നതാണ്. നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ശ്രുതി ഡാൻസിൻ്റെ വേറൊരു ഒരു സ്പേസ്, അല്ലെങ്കിൽ ഡാൻസ് ആൻഡ് എനിക്ക് കുറച്ചുകൂടെ ഹീലിങ്ങിനെ കാട്ടിയൊരു കോൺഷ്യസ്നെസ് കണക്ഷൻ, അത് എത്രത്തോളം ആർട്ട് അല്ലെങ്കിൽ ആർട്ടിലുള്ള എല്ലാത്തിനും അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അപ്പോൾ ഡാൻസിലൂടെ ഒരുപാട് ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് കണ്ടെത്താൻ പറ്റും. അതിന് ഒരുപാട് പേർക്ക് അതൊരു മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ മനോഹരമായ സായാഹ്നത്തിൽ എല്ലാവർക്കും ഒരുപാട് സ്നേഹം. ശ്രുതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുറേ പേരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അതിലൊരാളാണ് ഞാൻ എന്നത് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം. അഹങ്കാരം എന്ന വാക്ക് ഞാൻ ഡെലിബറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം ശ്രുതിയെ ഞാൻ പരിചയപ്പെടുന്നത് ജൂൺ എന്ന് പറയുന്ന സിനിമയിൽ മായ മിസ് എന്ന് പറയുന്ന ക്യാരക്ടറായി എല്ലാവരുടെയും മനസ്സൊക്കെ കീഴടക്കി നിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ്. അതും ശ്രുതിയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേസിൽ വെച്ചിട്ട്, ശ്രുതിയുടെ വീട്ടിൽ വെച്ചിട്ട്, ഒരു ചാനലിന് വേണ്ടിയിട്ട് ശ്രുതിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയതാണ്. അതുമാത്രമാണ് അതിൻ്റെ ഒഫീഷ്യൽ പാർട്ട്. അത് കഴിഞ്ഞ് എപ്പോഴൊന്നും ചോദിക്കാനില്ല. ദ നെക്സ്റ്റ് മൊമെൻ്റ് എന്ന് പറയാം, ആ വീട് എൻ്റെ ആയി. ഇതായിരിക്കണ അമ്മയ്ക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കണ്ടപ്പോൾ കുറേ ആയി കണ്ടിട്ട്. പിന്നെ ഇതാ അച്ഛൻ, അദ്ദേഹം അങ്ങോട്ട് ചൂണ്ടേണ്ട കാര്യമില്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ എല്ലായിടത്തും എനിക്ക് ആ പ്രസൻസ് ഫീൽ ചെയ്യാം. വേറെ ഒന്നുകൊണ്ടുമല്ല, ശ്രുതി എല്ലാവരും പറയണ പോലെ തന്നെ എനിക്കും ശ്രുതി എൻ്റെ അനിയത്തി കുട്ടിയാണ്. അനിയത്തി കുട്ടിയെ പോലെയല്ല, എൻ്റെ അനിയത്തി കുട്ടി തന്നെയാണ്. ഇപ്പം നേരത്തെ ഗൗരി പറഞ്ഞ പോലെയാണ്, ഇടയ്ക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് അവളുടെ കുറേ പ്ലാൻസ് പറയും. ഞാൻ ഇത് ചെയ്യുന്നുണ്ട് ചേച്ചി എന്ന് പറയും. അതിൻ്റെ ഇടയിൽ പറയും ചേച്ചി കുറച്ച് വയ്യാന്ന് പറയും. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഞാനിപ്പോഴും ശ്രുതി അങ്ങനെയാണ് കാണാറുണ്ട്. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വെച്ച് പറയുകയാണ്, ഞാൻ പലപ്പോഴും ഡൗൺ ആകുമ്പോൾ ഞാൻ മോട്ടിവേഷൻ എടുക്കുന്ന വളരെ കുറച്ച് ആളുകളുണ്ട്. അതിലൊന്ന് ഇച്ചി. കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രുതി എപ്പോഴും, ശ്രുതിക്ക് ഡാൻസ് ഫ്രണ്ടാണ്, ആത്മാവാണെന്നൊന്നും പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരില്ല. ശ്രുതി ഈസ് ഡാൻസ്. കാരണം എന്ത് പറയുമ്പോഴും അവൾ പറയുന്നൊരു കാര്യമുണ്ട്, ചേച്ചി ഞാൻ ഡാൻസിൽ കൂടെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, ഡാൻസിൽ കൂടെ എനിക്കിത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് എനിക്കൊരു തോന്നലുണ്ട് ചേച്ചി, ഇതേപോലെ എനിക്ക് കുറച്ച് പേരെയും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ആ ഒരു നിരന്തരമായ തോന്നലാണ്, ആ ഒരു ഇഷ്ടമാണ് നമ്മളെല്ലാവരെയും ഇന്ന് ഈ ഒരു വൈകുന്നേരം ശ്രുതിക്ക് വേണ്ടി ഇവിടെ ചേർത്ത് നിർത്തുന്നത്. ഇനി തുടർന്നാണെങ്കിലും ശ്രുതി അപ്പോഴും നോക്കൂ, ശ്രുതിക്ക് ഒരു കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ല, എനിക്ക് ഇത്ര ഷോസ് പിടിക്കണം, എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നല്ല. എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് ഡാൻസിനെ ഒരു
ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തോട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും രാജശ്യാമ, താങ്ക് യു രചന. രചനയുടെ വാക്കുകളിൽ നിന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ നോക്കൂ, നമ്മളെല്ലാവരും ഒരുപാട് എൻലൈറ്റൻഡ് ആവുന്നുണ്ട്, നമുക്ക് ഒരുപാട് നോളജ് ഷെയർ ആവുന്നുണ്ട്, നമുക്ക് സ്നേഹം ഷെയർ ആവുന്നുണ്ട്, ബന്ധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാത്തിനും ഒരൊറ്റ റീസണാണ്, ദാറ്റ് ഇസ് ആർട്ട് ആൻഡ് ഓൾസോ ഡാൻസ്. അപ്പോൾ ശ്രുതിയോട് ഈ ഒരു നിമിഷത്തിന് ഒരുപാട് നന്ദി പറയുന്നു. ശ്രുതിയുടെ എല്ലാ സ്വപ്നങ്ങളുടെയും കൂടെ എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ എന്നും ഈ ചേച്ചിയായിട്ട് തന്നെ കൂടെ ഉണ്ടാവുമെന്ന് പറയുന്നു. താങ്ക് യു സോ മച്ച്. ഏറ്റവും ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു മൊമെൻ്റാണ് ഇന്ന്. ഞാൻ പറയുമ്പോൾ ഇതൊരു വളരെ ഒരു ബ്ലെസ്ഡ് മൊമെൻ്റാണ് എന്നെ സംബന്ധിച്ച്. ശ്രുതി ഒരു സ്വന്തമായിട്ടൊരു ഡാൻസ് സ്കൂൾ തുടങ്ങുക, ശ്രുതിയുടെ കല ഒരുപാട് പേരിലേക്ക് എത്തിക്കുക, അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഞാൻ ശ്രുതിയുടെ ഒരു വീഡിയോ കണ്ടതുപോലെ ഒരു നൃത്തമായി മാറിയ ഒരു കുട്ടിയാണ്. മനസ്സിലും ചിന്തയിലും ഒക്കെ മുഴുവൻ സമയവും നൃത്തത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു യഥാർത്ഥ കലാകാരി. അങ്ങനെ ഒരാൾ ഒരു സ്കൂൾ തുടങ്ങുക, കഴിവ് ഒരാൾക്ക് പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കലാക്ഷേത്രയിൽ പഠിച്ച് ഒരു കല തന്നെ ആയി മാറിയ കുട്ടിയാണ് ശ്രുതി. അപ്പോൾ എനിക്ക് അത്ര സ്നേഹമാണ്, ഒരുപാട് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരിയാണ്. ഈ ഒരു മൊമെൻറ്റിന് സാക്ഷിയാവണം എന്നുള്ളത് കൊണ്ടാണ് വന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ പാറുമ്മ എന്നാ വിളിക്കുക, എൻ്റെ ഒരു വേറൊരു അമ്മ തന്നെയാണ്. ചേച്ചി കോട്ടയത്ത് നിന്നാണ് ഷൂട്ട് വരെ മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു മൊമെന്റിന് ചേച്ചി വന്നത്. കാരണം എനിക്ക് പാറുമ്മ ഇവിടെ ഉണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേച്ചി അത് താങ്ക് യു. ഗസ്റ്റുകൾക്ക് ഇവിടെ ശ്രുതി ടേക്ക് അവേ ഗിഫ്റ്റ് ആയിട്ട്, റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഈ ലോഞ്ചിന് നൽകുന്നത്. So because everybody was returning, we were not sure how many of you would wait. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ നിർവഹിക്കാമെന്ന് വിചാരിച്ച്. So a big round of applause for this eco-friendly version of Rajashyama as well. So I request all the guests to humbly receive this with all the love from Rajashyama and Shruti. ഭാഗ്യലക്ഷ്മി ഞങ്ങൾ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എനിക്ക് നൃത്തം ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ഭാഗ്യ പാടുമ്പോഴാണ്. ആ ഭാഗ്യയെ തന്നെയാണ് ഞാനിന്ന് വിളിച്ചത്. അതുപോലെ തന്നെ എൻ്റെ വലിയ സുഹൃത്താണ് രാജേഷേട്ടൻ, എൻ്റെ ചേട്ടനാണ്. സോ രാജേഷേട്ടൻ എല്ലാ തിരക്കും മാറ്റി വെച്ചിട്ടാണ് ഈ പ്രോഗ്രാമിലൂടെ വന്നിരിക്കുന്നത്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഞങ്ങൾ 3 പേരും ആദ്യമായിട്ടാണ് ഇന്ന് സ്റ്റേജിൽ കാണുന്നത്. ഞങ്ങൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ഇവിടെ വന്നിട്ടാണ് ചലിയെ സ്വാതി തിരുനാൾ മഹാരാജാന്റെ ഒരു കൃതിയാണ് ചലിയെ തുടങ്ങുന്ന ഒരു ഗാനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. രാജേഷേട്ടൻ ഫ്ലൂട്ട് വായിക്കും, ഭാഗ്യ പാടുന്നതോടൊപ്പം ഞാൻ നൃത്തം ചെയ്യും. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓക്കെ, ഭാഗ്യലക്ഷ്മിക്ക് ഞാൻ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. താങ്ക് യു. സദ്ഗുരുഭ്യോ നമഃ. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നതും നമ്മൾ കൊടുക്കുന്നതുമായിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഒരാളുടെ സമയം, ഒരാളുടെ പ്രസൻസ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ സത്സംഗം എന്ന് പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, ശ്രുതി ചേച്ചിയുടെ ഈ ഒരു വളർച്ച, ശ്രുതി ചേച്ചി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശ്രുതി ചേച്ചിയുടെ സത്സംഗത്തിൻ്റെ പുണ്യം, ഇവരെല്ലാവർക്കും ശ്രുതി ചേച്ചിനായിട്ടുള്ള സത്സംഗത്തിലുള്ള പുണ്യം. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോഴും വേദികളിൽ ഇംപ്രോംപ്റ്റായിട്ട് തന്നെയാണ് ചെയ്യാറ്. അത് വലിയ ഫെസ്റ്റിവൽസിൽ പോലും ഇപ്പോൾ ശ്രുതി ചേച്ചി ആണെങ്കിലും
3 റിഹേഴ്സൽ എടുക്കണമെങ്കിൽ 3-നും 3ആയിട്ടാണ് ശ്രുതി ചേച്ചി ചെയ്യാറ്. ഒന്നും പ്ലാൻ ചെയ്ത് ചെയ്യാറില്ല, അതുമല്ല സ്റ്റേജിലും ചെയ്യാറ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ശീലമായിട്ടുള്ള ഒരു കാരണം കൊണ്ട് ഇന്നും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യാണ്ടാണ് ഞങ്ങൾ സ്റ്റേജിൽ നിൽക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഗിവ് ആൻഡ് ടേക്ക്, അല്ലാണ്ട് ഇതിൽ വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സാണ് ഇത്. അതുപോലെ ഈ രാജശ്യാമയുടെ ലോഞ്ചിൽ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന, ശ്രുതി ചേച്ചിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുകയാണ്. എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹം ചേച്ചിക്ക് എപ്പോഴും ഉണ്ടാവട്ടെ. ഇതുപോലെ ഒരുപാട് വേദികൾ ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ. ശ്രുതി ചേച്ചി ആസ് എ ഡാൻസർ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശ്രുതി ചേച്ചിയുടെ ഒരു പൊട്ടൻഷ്യൽ അറിയണമെന്നുണ്ടെങ്കിൽ കുറേ പേർക്ക് അറിയുന്നതാണ്. നാട്യരംഗം യൂട്യൂബിലുണ്ട്. ശ്രുതി ചേച്ചി നാട്യരംഗത്തിൽ കൊടുത്ത ഒരു പെർഫോമൻസ്, അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വാമിയെ അഴയത്തോടി വർണ്ണം ഒരു 45 മിനിറ്റ്സ് ചേച്ചി ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺ ആയി പോകുന്നൊരവസ്ഥ വരുമ്പോൾ ഞാൻ എപ്പോഴും ചേച്ചിയോട് പറയാറുണ്ട്, ചേച്ചി അതൊന്നും എടുത്ത് കാണും എന്ന്. അപ്പോൾ ശ്രുതി ചേച്ചി വളരെ പൊട്ടൻഷ്യലുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അത് എന്നും എപ്പോഴും നിലനിർത്താൻ വേണ്ടിയിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും സത്സംഗങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. ഇന്ന് ചേച്ചി പറഞ്ഞ പോലെ മഹാരാജാ സ്വാതി തിരുനാളിൻ്റെ വളരെ പ്രസിദ്ധമായ ഭജൻ ചലിയെ കുഞ്ചനോ എന്ന് തുടങ്ങുന്ന ഭജനാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.